എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബ്രൂട്ടോ ആണെങ്കിൽ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവനെ പുറത്തേക്ക് കൊണ്ടുവരും. അവനെ എല്ലാവരും ചേർന്ന് റൗണ്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അവനെ കാണുമ്പോൾ തന്നെ കൊനാമാലുവിന് പിടികിട്ടും അവൻ എന്തിലോ ഒന്ന് പെട്ടുകിടക്കുകയാണ്. മറ്റെന്തോ ഒന്നാണ് അവനെ നിയന്ത്രിക്കുന്നത്. ഉടനെ ലോങ് ഷോട്ടില് ആ വിക്ടർ ആളാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ അത് നോക്കി നിൽക്കും. ഇവിടെ കൊനാമാരുവും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അതിനുശേഷം അവർ രണ്ടുപേരും ഡോക്ടറിന് ക്രോസ് ആയിട്ട് നിന്ന് അവനെ സീൽ ചെയ്ത് അങ്ങനെ ലോക്ക് ചെയ്യാണ്. പക്ഷെ അവനാണെങ്കിൽ ആ സീലിംഗ് ചിപ്സ് തകർത്ത് ബൊറൂട്ടോയെയും കൊനാമാരുവെയും അവർ രണ്ടുപേരെയും രണ്ടു ഭാഗത്തേക്ക് അടിച്ച് തെറിപ്പിക്കും. ബൊറൂട്ടോയുടെ കൈയൊക്കെ മുറിഞ്ഞ് ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ നിൽക്കും. അത് കണ്ട മീച്ചുക അവനുടനെ അവന്റെ സ്നേക്ക് പവർ ഉപയോഗിക്കും. അതുപയോഗിച്ച് അവനെ പിടിച്ചു വലിച്ച് അതിലൊരു സ്നേക്ക് അവന്റെ കൈ കടിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വിക്ടറിന്റെ ആൾക്കാർ അവർ വന്ന് ലൈറ്റ്നിങ് ചിപ്സ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാണ്. ഇവരുടെ കയ്യില് ആ സയന്റിഫിക് നിഞ്ച ടൂളുണ്ട്. അതുപയോഗിച്ചാണ് ലൈറ്റ്നിങ് പവർ ഇപ്പൊ ഡോക്ടറിന് മേലേക്ക് അയക്കുക. ആ ലൈറ്റ്നിങ് ജിപ്സു പവറിൽ അനാട്ട ഡോക്ടർ ആളങ്ങനെ കത്തിക്കരിഞ്ഞ് ബോധം കെട്ട് താഴേക്ക് വീഴും. വിക്ടർ പറയും, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അവനെ ഇവിടുന്ന് സേഫായിട്ട് കൂട്ടിക്കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റൂ. അത് കേട്ട് കൊനകുമാരു അവൻ ഷോക്കാവും. നിങ്ങൾ എന്തായി പറയണേ, നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നോ? അതിന് വിക്ടർ തീർത്തു പറയും, അതെ, ഇദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ സ്റ്റാഫാണ്, നിങ്ങൾക്കിതില് ഇനി യാതൊരു റോളും ഇല്ലാന്ന് പറയും. ഉടനെ ബൊറൂട്ടോ അവൻ ഒരുപാട് വിഷമത്തില് ഡോക്ടറിന്റെ കഴുത്തിൽ നിന്ന് വീണുപോയ ആ ഒരു ചെയിൻ കയ്യിലെടുക്കും. അതിനുശേഷം അവരങ്ങനെ മടങ്ങി വന്ന് ഒരു നദിക്കരയിൽ ഇരിക്കുകയാണ്. മീറ്റ്സുകയാണെങ്കിൽ അവന്റെ കയ്യിൽ എന്തോ ഒരു ഡിഫറൻസ് തോന്നി അവന്റെ കയ്യിലേക്ക് തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത വിക്ടർ ആണെങ്കിൽ ഇപ്പൊ ആ ഡോക്ടറുമായിട്ട് ലാബിലേക്ക് വരും. വിക്ടർ പറയും, അവനെ മുഴുവൻ സെർച്ച് ചെയ്തു, നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു സാധനം അതിപ്പോ അവന്റെ കയ്യിലില്ല. വിക്ടർ ആണെങ്കിൽ ഫുൾ കലിപ്പില് അവനെ കൊണ്ട് ഇനി യാതൊരു പ്രയോജനവും ഇല്ല, അവനെ കൊന്നു തള്ളാനായിട്ട് പറയും. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ്. അവര് തിരികെ ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴായിരിക്കും സാറഡയുടെ നിലവിളി കേൾക്കുക. അവരാണെങ്കിൽ ഓടി സാറഡയുടെ അടുത്തേക്ക് വരും. അവള് പറയും, മീച്ചയ്ക്ക് എന്തോ സംഭവിച്ചു, ആ ഡോക്ടറിന് സംഭവിച്ച അതുപോലെ എന്തോ ഒരു ചേഞ്ചാണ് ഇവനിലും ഉണ്ടായിരിക്കുന്നത്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അവനെ താങ്ങിയെടുക്കും. സാറഡ ചോദിക്കും, ഇവിടെ എവിടെയെങ്കിലും ഡോക്ടേഴ്സോ ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴായിരിക്കും മുജീനോയ്ക്ക് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഓർമ്മ വരിക. അതിനുശേഷം അവരെല്ലാവരും ആ ഹോസ്പിറ്റലിൽ നോക്കി വളരെ വേഗത്തിൽ മുൻപോട്ടേക്ക് നടക്കും. അവർ ആ ഹോസ്പിറ്റലിന് അടുത്തേക്ക് ചെല്ലേണ്ട താമസം ഒരു പേഷ്യന്റ് ആണെങ്കിൽ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഡോറും തല്ലി തുറന്ന് പുറത്തേക്ക് ഓടുകയാണ്. അവന് തൊട്ടു പുറകിലായിട്ട് ഒരു ലേഡി. അവള് വിളിച്ചു പറയും, നിൽക്ക്, നിന്റെ ട്രീറ്റ്മെന്റ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അവനാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ 100-110 ഓടും. ഉടനെ മുജീന അവനിപ്പോ ആ ചുന്ദരിയായ പെണ്ണിനോട് പറയും, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിന്റെ സഹായം ആവശ്യമാണ്, ഞങ്ങൾ ഒരാൾക്ക് തീരെ സുഖമില്ല, അവൻ എത്രയും പെട്ടെന്ന് നീ ട്രീറ്റ്മെന്റ് കൊടുത്ത് പഴയതുപോലെ ആക്കണം. ലേഡി ഡോക്ടർക്കാണെങ്കിൽ ഇപ്പോ ബൊറൂട്ടോയുടെ കൈ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. നിന്റെ കൈക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച് അവളാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച് ഞെരിക്കാനായിട്ട് ആരംഭിക്കും. ഒരുപാട് വേദനയിൽ ബൊറൂട്ടോ അവന്റെ കൈ അതങ്ങനെ തിരികെ വലിച്ചെടുക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും അവരൊരു കാര്യം ശ്രദ്ധിക്കുക. അവൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പരിക്ക് ഹീൽ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അവൾ മീറ്റ്സുകയെ ഇപ്പൊ ഒരു ബെഡിൽ കിടത്തി അവനെ ചെക്ക് ചെയ്യും. ഇവന്റെ ബോഡിയിൽ എന്തോ ഒരു സാധനം അറ്റാച്ച് ആയിട്ടുണ്ട്, അതാണ് ഇവന്റെ ബോഡിയിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ പവർ ഉപയോഗിച്ച് മീറ്റ്സുകയെ പതിയെ പതിയെ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഡോക്ടർ ആണെങ്കിൽ മെഡിക്കൽ നെയിം ടിപ്സ് കുറച്ചെങ്കിലും അറിയാവുന്ന സാറഡയോട് അവിടെ നിൽക്കാൻ പറയും. ബാക്കിയുള്ളവരോടെല്ലാം പുറത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടും. അവരെല്ലാം പുറത്തേക്ക് പോയ ഉടൻ ഇപ്പൊ സാറഡയും ഡോക്ടറും അവർ രണ്ടുപേരും ചേർന്ന് മെഡിക്കൽ ഗെഞ്ചിപ്സ് ഒക്കെ ഉപയോഗിച്ച് അവനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. മീറ്റ്സുകയ്ക്കാണെങ്കിൽ അവന്റെ ബോഡി അത് പഴയതുപോലായി ബോധം തിരികെ കിട്ടും. പക്ഷെ എന്താ, ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ടയർഡായി ഒരു ബെഡിലേക്ക് മയങ്ങി വീഴും. മീറ്റ്സുക ഓക്കെ ആയി ഉഷാറായിട്ട് എഴുന്നേറ്റിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. മീറ്റ്സുക ഉടനെ ഇപ്പൊ ഡോക്ടറിനോട് താങ്ക് യു വെരി മച്ച്. അതിന് ഡോക്ടർ പറയും, ആക്ച്വലി ഞാൻ നിന്നോടാണ് താങ്ക്സ് പറയേണ്ടത്, നീ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നു. നിന്നെ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോഡി അതെന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ബോഡിയിലെ ഒരു സ്നേക്കാണ് ഒരു പ്രത്യേകതരം ഡിവൈസ് കടിച്ചെടുത്ത് അത് നിന്റെ ബോഡിയിലേക്ക് കൊണ്ടുവന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളിപ്പോ
ആ ഒരു സാധനം അതിപ്പോ അവർക്ക് കാണിച്ചു കൊടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ആ കട്ടയൊക്കെ എടുത്തു നോക്കും. പക്ഷെ അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഉടനെ ആ ഡോക്ടർ ആണെങ്കിൽ ഒരു പ്രത്യേക സീലിംഗ് ജിപ്സിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവർക്ക് കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ ഫ്രണ്ട് മീറ്റ്സിക അവൻ അഫക്റ്റ് ആയതുപോലെ തന്നെയാണ് ഇവളും അഫക്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഉടനെ കൊനാമാരുവിനും അവന്റെ ഫ്രണ്ടിനും കാര്യം പിടികിട്ടും. കൊനാമാരു പറയും ഇത് വുഡ് സ്റ്റൈൽ പവറാണ്. ഈ ഒരു പവർ എല്ലാവരുടെയും ബോഡിയിൽ വർക്കൗട്ട് ആവില്ല. അത് താങ്ങാൻ കഴിയാത്തവര് അവരുടെ ബോഡി വീക്കായി പതിയെ പതിയെ അവർക്ക് അവരുടെ മേലെയുള്ള കൺട്രോള് അത് നഷ്ടപ്പെട്ടു പോകും. ഉടനെ ഡോക്ടർ പറയും മീറ്റ്സികയുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ രക്ഷിക്കാനായിട്ട് കഴിയും. അതിന് മീറ്റ്സികയും ഇപ്പോ ഓക്കെ പറയും. അവളാണെങ്കിൽ ഇപ്പോ ഒരു ആന്റിഡോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ആന്റിഡോട്ട് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിലുള്ള ഒരു സാധനം അതെനിക്ക് ആവശ്യമാണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് പറയും. ഉടനെ കൊനഹമാരുവും അവന്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും ടെൻഷനാവും. കാരണം ആ ഒരു പ്രത്യേക ബ്ലാക്ക് മാർക്കറ്റ് അതുള്ളത് ആ ലാൻഡ് ഓഫ് സൈലൻസിലാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പോ മീറ്റ്സിക ഒഴികെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ആൾക്കാരും ചേർന്ന് ഇപ്പോ ആ ഒരു ആന്റിഡോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് അതിനുവേണ്ടി ബ്ലാക്ക് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള ആ ഒരു ഇൻഗ്രീഡിയന്റ് അത് മറ്റൊന്നുമല്ല, ആസ്രാമ സെല്ലാണ്. അങ്ങനെ ഒരു കാട്ടിലൂടെ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് വരുമ്പോൾ ചില കള്ളക്കൂട്ടങ്ങളൊക്കെ അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ കൊനഹമാരും ആളുടെ ഫ്രണ്ടും പറയും ഇവിടെയൊക്കെ ഒരുപാട് കള്ളന്മാരുണ്ട്, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോൾ. ഫൈറ്റ് ചെയ്തൊന്നും നമുക്ക് സമയം കളയാനില്ല. സോ നമ്മുടെ ഹെഡ് ടാഗ് അത് ഊരി വെച്ച് വേണം നമുക്ക് ഇവിടെ നിന്ന് മുൻപോട്ടേക്ക് പോകാനെന്ന് പറഞ്ഞ് അവർ ആ ബാൻഡൊക്കെ അഴിച്ച് മുൻപോട്ടേക്ക് പോവും. ബൊറൂട്ടോയുടെ മനസ്സിൽ അപ്പോഴും മീറ്റ്സികയും ആ കുഞ്ഞു പെണ്ണും മാത്രമായിരിക്കും. അങ്ങനെ ഒരുപാട് ദൂരം അവർ മുൻപോട്ടേക്ക് വരുമ്പോൾ ആ ഒരു വില്ലേജിന്റെ എൻട്രൻസ് കാണും. അത് കാണുമ്പോൾ തന്നെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ഇവിടെ ഷിനോബികളൊന്നും ഇല്ലല്ലേ, ഈ ഒരു ഗ്രാമം അത് തകർച്ചയുടെ വക്കിലാണല്ലേ. അപ്പോഴായിരിക്കും കൊനഹമാരുവിന്റെ ഫ്രണ്ട് പറയാ അല്ല, ഈ ഒരു വില്ലേജിലും നമ്മളെപ്പോലുള്ള ഷിനോബിമാരുണ്ട്. പക്ഷെ അവർ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്യാനോ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കാനും ഒന്നും അല്ല ശ്രമിക്കുക. അവരുടെ കീശ അതെങ്ങനെ നിറയ്ക്കാം എന്നത് മാത്രമാണ് അവരുടെ ചിന്ത. അവരവരുടെ പവർ പോലും വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾക്കും ബ്ലാക്ക് മാർക്കറ്റിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവർ ധൈര്യമൊക്കെ സംഭരിച്ച് ഇപ്പൊ ആ ടൗണിലേക്ക് വരികയാണ്. അവിടെയുള്ള പലരും പേരുകേട്ട ക്രിമിനൽസ് ആയിരിക്കും. ബിങ്കോ ബുക്കിൽ കണ്ടിട്ടുള്ള ഒരുപാട് പേരെ അവരവിടെ വെച്ച് കാണും. മുഖത്ത് അടയാളമുള്ളവര്, പരിക്ക് പറ്റിയവര്, അങ്ങനെ ഒരുപാട് ക്രിമിനൽസ് അവിടെ മുഴുവൻ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. സാറയുടെ ചോദിക്കും നമുക്ക് എന്തുകൊണ്ട് ഇവരെയൊക്കെ പിടിച്ചുകൂടാ, ഇവരെയൊക്കെ പിടിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. ഉടനെ കൊനഹമാരുവിന്റെ ഫ്രണ്ട് പറയും ഒരു കാരണവശാലും നമ്മളിപ്പോ മറ്റൊന്നിലേക്കും കടക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം ആസ്രാമയുടെ ആ ഒരു സെല്ലാണ്. അത് കളക്ട് ചെയ്ത് ഇപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ചുന്ദരി ഡോക്ടറിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ ദൂരത്തായിട്ട് ഒരു കുഞ്ഞി പയ്യൻ, അവനാണെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനം തട്ടിയെടുത്ത് ഉഷാറായിട്ട് ഓടുകയാണ്. ബൊറൂട്ടോയും സാറയുടെയും അവർ രണ്ടുപേരും ഷോക്കായിട്ട് അത് നോക്കി നിൽക്കും. അതിന് കൊനഹമാരുവിന്റെ ഫ്രണ്ട് മുജീനോ പറയും അതൊന്നും കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, ഇവിടെ അതൊക്കെ സർവ്വസാധാരണാണെന്ന് പറയും. അപ്പൊ മറ്റൊരു വശത്ത് വേറൊരു കടക്കാരനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് നിഞ്ച ഹെഡ് ബാൻഡ്സ് ഒക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവര് കുറച്ചുകൂടെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു വരും. മുജീനോ പറയും നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ഷോപ്പിന്റെ ഉടമ ആളുടെ ക്യാരക്ടർ കുറച്ച് ഡിഫറെന്റ് ആണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ. ഒരു കാരണവശാലും ഗാർഡ് ഡൗൺ ചെയ്യരുത്. ബൊറൂട്ടോ ആണെങ്കിൽ ആ കടക്കാരനെ കാണുമ്പോൾ തന്നെ ചോദിക്കും ഇവിടെ എന്തൊക്കെയാ വിൽക്കണേ, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ. ആ കടക്കാരൻ ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാരെ പുറത്തേക്ക് തള്ളിവിട്ട് ഡോർ ക്ലോസ് ചെയ്യും. പക്ഷെ ഡോർ അടയുന്നതിന് തൊട്ട് മുൻപ് ബൊറൂട്ടോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് അകത്തേക്ക് കയറി വരാണ്. ബൊറൂട്ടോയുടെ സൈസും അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ആ കടക്കാരന് അവന് ചിരി വരും. അവന്റെ രണ്ട് അസിസ്റ്റൻസിനെ ബൊറൂട്ടോയെ തല്ലിക്കൊല്ലാനായിട്ട് അവിടേക്ക് വിളിച്ചു വരുത്താണ്. പക്ഷെ നമ്മുടെ ചെക്കൻ കഥാനായകനാണ്. അവനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അവൻ 2 സെക്കൻഡ് കൊണ്ട് ആ വില്ലന്മാരെ അടിച്ചു ചുരുട്ടി കടക്കാരന്റെ കഴുത്തില് കത്തി വെക്കാണ്. അടുത്ത സെക്കൻഡ് ആ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മുടെ ആൾക്കാർ അകത്തേക്ക് വരും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആസ്രാമ സെൻസയുടെ സെല്ലിനെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും 2 ആഴ്ചക്ക് മുൻപ് ആൻഡോ ടീമിലുണ്ടായിരുന്ന ഏതോ ഒരുത്തൻ, അവനാണ് ആസ്രാമ സെല്ല് അതിവിടെ കൊണ്ടുവന്ന് വിറ്റത്. അവന് ഇഷ്ടം പോലെ പണവും ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം അവൻ കൊല്ലപ്പെട്ടു. അതിനുശേഷം അവന്റെ എംപ്ലോയി ID കാർഡ് അതും മറ്റാരോ ഇവിടെ കൊണ്ടുവന്ന് വിറ്റു. ആസ്രാമ സെല്ല് അത് എന്റെ കയ്യിൽ നിന്ന് ആ ലേഡിസ്റ്റ് കൊണ്ടുപോയി. നിങ്ങൾ അവളുടെ അടുത്തേക്ക് പോയി അന്വേഷിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അതിനുശേഷം അവനെ അന്വേഷിച്ച് നമ്മുടെ ആൾക്കാർ പബ്ബിലേക്ക് വരും. അപ്പോഴായിരിക്കും ഒരുപാട് ലേഡീസിന്റെ നടുക്ക് കിരട്സഗി എന്ന് പേരുള്ള ഒരുത്തൻ ഇരിക്കുന്നത് കാണാം. അവനൊരു മെഡിക്കൽ നിഞ്ചയാണ്.
ഇവൻ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബിങ്കോ ബുക്കിൽ ഇവന്റെ പേരുണ്ട്. സോ ഇവിടേക്ക് ഇവൻ വരണമെങ്കിൽ ഇവനും ഹാസ്രാമ സെൻസായുടെ സെല്ലുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്. അതെങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയും. ഉടനെ ബൊറൂട്ടോ അവനെ ഞാൻ വളച്ച് കുപ്പിയിലാക്കാന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ അടുത്തേക്ക് പോകും. ബൊറൂട്ടോ ആണെങ്കിൽ സെക്സി ജിപ്സും ഒക്കെ ഉപയോഗിച്ച് കിരട്സുകയെ വളച്ച് പാട്ടിലാക്കും. അതിനുശേഷം അവർ രണ്ടുപേരും പാട്ടൊക്കെ പാടി പബ്ബിന് പുറത്തേക്ക് വരും. അവരെ ഫോളോ ചെയ്ത് നമ്മുടെ ആൾക്കാരും. അപ്പൊ നമ്മൾ മുൻപ് കണ്ട ആ ഒരു കുഞ്ഞിപ്പയ്യൻ അവൻ ഓടി വന്ന് ഇപ്പൊ കിരട്സുകയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്യൂട്ട് കേസ് അത് തട്ടിപ്പറിച്ച് എടുത്തു ചാടി ഓടും. പക്ഷെ കിരട്സുകി അവൻ വെറുതെ വിടില്ല. അവൻ ആ പയ്യനെ പിന്നാലെ പോയി അവനെ പിടിച്ച് വലിച്ച് ആ ഞെട്ടിക്കും. അത് കണ്ട് ബൊറൂട്ടോ അവനാണെങ്കിൽ കിരട്സുകയെ തടയാണ്. അതിനുശേഷം ആ ഒരു ട്രാൻസ്ഫർമേഷൻ ജിപ്സു അത് ബ്രേക്ക് ചെയ്ത് അവന്റെ റിയൽ രൂപം ഇപ്പൊ അവന് കാണിച്ചു കൊടുക്കും. കിരട്സുകി ആണെങ്കിൽ ഒരു കത്തിയൊക്കെ എടുത്ത് അവനെ അറിഞ്ഞ പുറഞ്ഞ വെട്ടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ബൊറൂട്ടോ അവന്റെ പവർ ഉപയോഗിച്ച് ആളെ ഇടിച്ച് താഴെയിടും. അല്പസമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ആൾക്കാരെല്ലാവരും അവന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ ലോങ് ഷോട്ടിലായിട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും നമ്മുടെ ആൾക്കാരെ ഇപ്പൊ നോട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല അവന്റെ കൂടെ മുൻപുണ്ടായിരുന്ന ആ 4 ലേഡീസ് അവർ ലേഡീസ് അല്ല, 4 ബോയ്സ് ആണ്. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവർ ആ കിരട്സുകയെ അവനൊരു മരത്തിൽ കെട്ടിയിടും. നീ ആരാണ്, എന്തിനിവിടേക്ക് വന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവനോട് ചോദിക്കും. അവൻ പറയും ആസ്രാമ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡീലർഷിപ്പിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിനുശേഷം കൊനഹമാര് പറയും ഞാൻ കിരട്സുകയുടെ രൂപത്തില് പുറത്തേക്ക് പോവാണ്. എത്രയും പെട്ടെന്ന് ആസ്രാമ സെല്ലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ബൊറൂട്ടോയും ഉണ്ടാവണം. മുജീനോ, നിനക്ക് നല്ല ടാലന്റും നല്ല ഫൈറ്റിംഗ് കപ്പാസിറ്റിയും ഉണ്ട്. നീ ദൂരത്ത് നിന്ന് ഞങ്ങളെ ഫോളോ ചെയ്യണം. സാറഡ അവളുടെ ശരീരം കണ്ണുവെച്ച് ഞങ്ങൾക്ക് ഓപ്പണന്റ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ബ്രിഡ്ജിന് മുൻപിൽ നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൊട്ടയൊക്കെ ഇട്ട് ഏതോ ഒരാള് അങ്ങനെ നടന്നു വരും. ഒനാമാരുമാണെങ്കിൽ കിരട്സുകയുടെ രൂപത്തിലേക്ക് മാറി ബൊറൂട്ടോയും കൂട്ടി ആളുടെ അടുത്തേക്ക് വരും. ആള് ഒരു വയസ്സായ അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ പറയും ആശ്രാമ സെല്ല് അതുള്ള സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന വെറും ഒരു സ്റ്റാഫാണ്. നമ്മൾ അവിടേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു ടെസ്റ്റ് ബാക്കിയുണ്ട്. യഥാർത്ഥ കിരട്സുകി അത് നിങ്ങളാണോ എന്നെനിക്ക് കൺഫേം ചെയ്യണം. അവനിപ്പോ അവന്റെ കൈ നീട്ടും. എന്റെ കൈ അത് ഹീൽ ചെയ്യാൻ പറഞ്ഞ് അവൻ നമ്മുടെ ആൾക്കാരെ നോക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ അവന്റെ കൈ ശ്രദ്ധിക്കുക. ആ ഹാസ്രാമ സെല്ല് അത് അവന്റെ കയ്യിലാണുള്ളത്. അത്രയും പറഞ്ഞ് ആളങ്ങനെ തല ചുറ്റി താഴെ വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.